പേരാമ്പ്ര മരുതേരി ഉണ്ണിക്കുന്ന് പുന്നച്ചാലിൽ 3 വയസ്സുകാരിയെ വീട്ടിലെ കുളിമുറിയിലെ ബക്കറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വലിയ പറമ്പിൽ ആൽബിന്റെയും ജോബിറ്റയുടെയും മകൾ അനീറ്റയാണ് മരിച്ചത്. മുഹമ്മദ് ഷഹീദ് ചേരുന്നു. ഷഹീദ്, അത്യന്തം വിഷമകരമായൊരു വാർത്ത. എന്തായിരുന്നു സംഭവിച്ചത്? സേതു, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. കുഞ്ഞിൻ്റെ അനീറ്റയുടെ മാതാവ് അവിടെ അനീറ്റയുടെ വീട്ടിൽ കിടത്തി ഉറക്കിയ ശേഷം തൊട്ടടുത്ത് അലക്കാൻ വേണ്ടി പോയതായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് കുഞ്ഞ് വീട്ടിൽ അകത്ത് അടുക്കളയിൽ സൂക്ഷിച്ചിരുന്ന ബക്കറ്റിലെ വെള്ളത്തിൽ കുഞ്ഞ് മുങ്ങിയ നിലയിൽ കണ്ടത്. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ആൽബിൻ്റെ മാതാപിതാക്കൾ വൃദ്ധരായവരാണ്, പ്രായമായവരാണ്. ആ സമയത്ത് വീട്ടിലെ മറ്റൊരു മുറിയിലുണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞങ്ങനെ ഉറക്കമുണർന്ന് അങ്ങനെ ബക്കറ്റിലേക്ക് അല്ലെങ്കിൽ അപകടത്തിൽ പെടുന്നത് അവർക്ക് അറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കുഞ്ഞിന് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ കുഞ്ഞിനെ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിട്ടുണ്ട്, ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സേതു, ഓക്കെ. ഷഹീദ്, ഈ കുഞ്ഞ് അപ്പോൾ ഈ നടന്ന് എവിടെയാണ് കുളിമുറിയിലേക്ക് കുഞ്ഞ് കയറി, കുഞ്ഞ് കാല് വഴുതി വീണ് അങ്ങനെയായിരിക്കും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവുക? നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം അടുക്കളയിൽ ബക്കറ്റുകളിൽ വെള്ളം സൂക്ഷിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീട്ടിൻ്റെ അടുക്കളയിൽ ഒരുപക്ഷെ കുടിവെള്ളത്തിനോ മറ്റോ അങ്ങനെ സൂക്ഷിച്ചതായിരിക്കാം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുഞ്ഞിനെ മുറിയിലായിരുന്നു കിടത്തിയിരുന്നത്. അവിടെ നിന്നും കുഞ്ഞ് 3 വയസ്സുകാരിയാണ്. സ്വാഭാവികമായിട്ടും പിച്ചവെച്ച് അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിൽ നടക്കാനുള്ള പ്രായമായിട്ടുണ്ട്. അങ്ങനെ കുഞ്ഞ് ഉണർന്ന് നടന്നു വന്നു. ബക്കറ്റിൽ വെള്ളം കണ്ടപ്പോൾ കുട്ടികളെ സ്വാഭാവികമായിട്ടും ബക്കറ്റിലെ വെള്ളത്തിൽ കുട്ടികൾക്ക് ആ രീതിയിൽ കൗതുകത്തിന് കളിക്കുന്നൊരു ശീലമുണ്ട്. അങ്ങനെ ആയിരിക്കാം സംഭവിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും അങ്ങനെ കുഞ്ഞ് ഉണർന്നതും നടന്നു വന്നതും അപകടത്തിൽപ്പെട്ടതൊന്നും അവിടെ വീട്ടിൽ അകത്തുണ്ടായിരുന്നവർക്ക്, പ്രായമായവർക്ക് അറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് സങ്കടകരമായ കാര്യം. അതാണ് അപകടത്തിലേക്ക് നയിച്ചത്. അല്ലെങ്കിൽ അപകടം നടക്കുന്ന വിവരത്തിൽ അറിഞ്ഞ് രക്ഷപ്പെടുത്താൻ അവർക്ക് കഴിയാതെ പോയത്. ഏതായാലും അമ്മ തിരിച്ചു വന്നപ്പോഴാണ് കുഞ്ഞിനെ ഇങ്ങനെ മരിച്ച നിലയിൽ കണ്ടതും. പക്ഷേ അപ്പോൾ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ശരി ഷഹീദ്.